ഹലോ ഗൈസ്, അങ്ങനെ ഈ വർഷം അവസാനിക്കാൻ പോകാൻ ഡിസംബർ എത്തി. ഡിസംബർ കഴിയാൻ പോകുന്നു. ജനുവരിയിൽ ഇഷ്ടം പോലെ ഫോൺസ് വരുന്നുണ്ട്. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് നവംബർ ഇറങ്ങിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ജനുവരിയിൽ വരാൻ പോകുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ്. ജനുവരി മിഡിലോടുകൂടി ലോഞ്ച് ചെയ്യും. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് ഷെയർ ചെയ്ത് വിടാം. നല്ല കൂൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ. ഈ വർഷം ഇനി നിങ്ങൾ 15 രൂപ ബഡ്ജറ്റ് ഫോണുകൾ പ്രതീക്ഷിച്ചിരിക്കരുത്. നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ ഇങ്ങോട്ട് വരുത്തില്ല. കാരണം പ്രൈസ് ഹൈക്ക് ആയിട്ടുണ്ട്. പ്രോസസറിന് നല്ല രീതിയിൽ ഹൈക്ക് ആയിട്ടുണ്ട്, റാമിന് ഹൈക്ക് ആയിട്ടുണ്ട്, പ്രൈസ് SSDക്ക് ഹൈക്ക് ആയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ കമ്പ്യൂട്ടർ മൊബൈൽ ഇൻഡസ്ട്രീസിലും എല്ലാം നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വാല്യൂ ഫോർ മണി ഫോണുകൾ വളരെ കുറവ് ഫോണുകൾ ഇറങ്ങത്തുള്ളൂ. എന്നാലും പണ്ടത്തെ പോലത്തെ പ്രൈസിന് ഇനി കിട്ടത്തില്ല. ജനുവരിയിൽ രണ്ട് ഒരേ സെഗ്മെന്റ് വരുന്ന കുറച്ച് ഫോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും റെഡ്മി ഉണ്ട്, റിയൽമി ഉണ്ട്. റിയൽമിയുടെ ആദ്യം ഞാൻ പറയാം. റിയൽമിയുടെ 16 പ്രോയും പ്രോ പ്ലസും വരുന്നു. അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ 200 സാംസങ്ങിന്റെ സെൻസർ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ കിട്ടാൻ പോവാണ്. പിന്നെ റിയൽമി 16 സീരീസ് ഒരു പുതിയ ഡിസൈൻ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു ഡിസൈനാണ്. 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു പിങ്കിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ കളർ വരുന്നുണ്ട്. എല്ലാ വർഷവും ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ക്രിയേറ്റേഴ്സിനെ കൊണ്ടുചെന്ന് അവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു കളർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ഈ വർഷം ഉണ്ട്. അപ്പൊ അങ്ങനെ 3 കളേഴ്സ് ആണ് വരുന്നത്. 16 പ്രോയിൽ വരുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 7S Gen 3 പ്രൊസറാണ്. കഴിഞ്ഞ വർഷത്തെ 7S Gen 3 പ്രൊസർ 7000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്ന ഫോൺ. വിത്ത് 80 വോൾട്ടിന്റെ ചാർജർ ഉണ്ട്. എന്തായാലും ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് 6.78 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷൻ ആണ്. ഒരു 144 ഹെർട്സിന്റെ ഒരു റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ OLED പാനലാണ് വരുന്നത്. അപ് ടു 16 GB റാം ഉണ്ട്. 16 പ്രോയിൽ നമുക്ക് 200 മെഗാ പിക്സലും ഫ്രണ്ടിൽ ഒരു 50 മെഗാ പിക്സലും. ഒരു ഡെപ്ത് സെൻസർ വെച്ച് ഒരു കാര്യവും ചെയ്യാനില്ല. ഒരു മാക്രോ സെൻസർ ആണെങ്കിലും വളരെ മോശമാണ്. എന്തായാലും 200ന്റെ ഒരു മെയിൻ സെൻസർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. അൾട്രാ വൈഡ് ആംഗിൾ വന്നാൽ നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് ഒരു സ്പെക്സ് വന്നിട്ടില്ല. എന്തായാലും അൾട്രാ വൈഡ് ആംഗിൾ വരുവാണെങ്കിൽ അത് 8 മെഗാ പിക്സൽ വരത്തില്ല. അതിൽ കൂടാൻ വഴിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. പ്രൈസും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 25ക്ക് മണ്ടയ്ക്ക് പോകാൻ സാധ്യത ഉണ്ട്. പ്ലസ്സിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും നമുക്ക് 1.5K റെസൊല്യൂഷൻ്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. OLED പാനൽ വിത്ത് 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7S Gen 4ന്റെ പ്രോസറാണ് വരുന്നത്. ഇവിടെ 16 GB റാം, 200 മെഗാ പിക്സൽ ആണ്. ഒരു 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കാണും. പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് കാണും. പിന്നെ 7000 mAh ബാറ്ററി വിത്ത് 80 വോൾട്ടിന്റെ ചാർജർ. അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെക്സ് എനിക്ക് ഇവിടെ തോന്നി. കാരണം 200 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ വിത്ത് ഒരു ടെലിഫോട്ടോ ലെൻസ് ആയിട്ട് ഒരു 50 മെഗാ പിക്സൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ ആണ്. നമുക്ക് 16 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ക്യാമറ കുറവാണ്, എന്നാലും ഡീറ്റെയിലിംഗ് ആണ്. 4K 60 നമുക്ക് ഫ്രണ്ടും എടുക്കാം ബാക്കും എടുക്കാവുന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്ന പ്രോ പ്ലസിൽ. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം UFS 3.1 ആണോ. അതിനൊരു കൺഫർമേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഒരു കമ്പനി അങ്ങനെ തുറന്ന് പറയാറില്ല ഇന്ന UFS യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ആൾക്കാരെ കിട്ടുമ്പോഴാണ് അത് പറയുന്നത്. എന്തായാലും നമുക്ക് വരുമ്പോൾ നോക്കാം. മിക്കവാറും UFS 3.1 സ്റ്റോറേജ് ഇവിടെ കാണുക. റിയൽമിയുടെ UI 7.0 ആണ് വരാൻ പോകുന്നത്. അത്യാവശ്യം റിയൽമി UI കുറെ മാറിയിട്ടുണ്ട്. എന്നാൽ റിയൽമി UI 3 വർഷത്തെ OS അപ്ഡേറ്റും വരുന്നുണ്ട്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയും. ഒരു പ്രൈസ് റേഞ്ച് 30 രൂപ 35 രൂപയൊക്കെ ആയിരിക്കും ഈ ഫോൺ വരാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വരാൻ എന്തായാലും 30ക്ക് അണ്ടറിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് ഈ ഫോൺ. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി ഫോണാണ്. റെഡ്മിയുടെ നോട്ട് 15 സീരീസ് ഇറങ്ങുന്നുണ്ട്. ഇത് കൂടുതലും ഇപ്പോൾ ഓഫ്ലൈനിലാണ് വിൽക്കുന്നത്. ഇപ്പോഴും ഓഫ്ലൈനിലോട്ട് മാറുവാണ്. കാരണം IG പോലത്തെ കടകളിലാണ്. അതുകൊണ്ട് പ്രൈസ് ഹൈക്ക് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അവർ. ഓൺലൈനിൽ ഒരു വാല്യൂ ഫോർ മണി രീതിയിലായിരുന്നു വെക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊരു ബാഡ് തിങ് ആയി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു സീരീസുകൾ വളരെ മോശമായിരുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. റിയൽമിയുടെ നോട്ട് 15 സീരീസ് വരുന്നുണ്ട്. 15 സീരീസിൽ വരുമ്പോൾ 15ൽ 6.77 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അവിടെ 120 ഹെർട്സിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ OLED പാനൽ കൊടുക്കുന്നുണ്ട്. 108ന്റെ ക്യാമറ പ്ലസ് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, 20 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 5520 mAh ഒരു ബാറ്ററി വരുന്നുണ്ട് വിത്ത് 45 വാട്ടിന്റെ ചാർജർ. ഇതൊരു 20,000 റുപ്പീസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. അതിന് താഴെ ആയിരിക്കും വരാൻ പോകുന്നത്. അത്യാവശ്യം സ്പെക്സ് വൈസ് ചെയ്ത് കുഴപ്പമില്ല. ക്യാമറ ആയാലും അത്യാവശ്യം ഡീസെന്റ് ആണ്. 20,000 അണ്ടറിൽ വരുവാണെങ്കിൽ നല്ലൊരു കാറ്റഗറിയാണ്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. DDR-ന്റെ 4X റാമേ കാണത്തുള്ളൂ. പിന്നെ പ്രോസസർ എന്ന് പറഞ്ഞാൽ 6 Gen 3 പ്രോസറാണ്. സ്നാപ്ഡ്രാഗണിന്റെ 6 Gen 3 എന്ന് പറഞ്ഞാൽ നേരത്തെ ഇറങ്ങിയൊരു
പ്രോസറാണ്, അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 8GB റാം കാണും, 12GB കാണാൻ സാധ്യത കുറവാണ്, 128 256 കാണും. എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തെന്ന് വെച്ചാൽ റെഡ്മിയുടെ 15 പ്രോയും ഉണ്ട്, പ്രോ പ്ലസും ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 3 ഫോൺസ് ആയിട്ടാണ് വരുന്നത്, റെഡ്മി 15 പ്രോ ആൻഡ് പ്ലസ്. 15 പ്രോയിൽ വരുമ്പോൾ ഡയമണ്ട് സെറ്റി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 7400 അൾട്ര എന്ന് പറഞ്ഞ പ്രോസർ, 6.83 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷൻ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ എന്ന് പറയുന്നത് 200 മെഗാ പിക്സൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിന്റെ 8 മെഗാ പിക്സൽ അൾട്ര വൈഡ് ക്യാമറ. ഇത് സെയിം തന്നെ ക്യാമറ വരുന്നുണ്ട്. അവിടെ ഒരു ടെലിഫോട്ടോ ലെൻസോട് വരുന്നുണ്ട്, അത് 50 മെഗാ പിക്സൽ തന്നെ കാണാൻ സാധ്യതയുണ്ട്. 6580 mAh ബാറ്ററി, ഒരു 45 വാട്ടിന്റെ ചാർജറേ വരുന്നുള്ളൂ ഇവിടെ. പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 20 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. റെഡ്മി 15 പ്രോ പ്ലസിൽ വരുമ്പോൾ ഒരു 6.8 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. കോഡ് കർവ് ഡിസ്പ്ലേ ആണ് ഇവിടെ, ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ല വരുന്നത്, ഒരു കോഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 7S Gen 4 പ്രോസസറാണ്. ഇപ്പൊ ഇറങ്ങി മോട്ടോയുടെ എഡ്ജ് 70 ഉള്ള ഒരു പ്രോസറാണ്. അതുകൊണ്ട് നമുക്ക് ആ പ്രൈസ് റേഞ്ച് പ്രതീക്ഷിക്കാം. 30,000 രൂപയ്ക്ക് ഈ ഫോൺ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ട്. പ്ലസ് ഒരു 100 വാട്ടിന്റെ ചാർജർ. ഇത് ലോഞ്ചിങ് ജനുവരി മിഡിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്ട് ഫോണാണ്. നമ്മുടെ ഓൾറെഡി വിവോയുടെ X200 FEയുടെ ഒരു ചേട്ടനായിട്ട് വരും. X300 FE വരാൻ പോവാണ്. ഇത് ഓൾറെഡി ചൈനയിൽ ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന, അവിടെ വേറൊരു പേരിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ടോട്ടലി ഡിസൈൻ മൊത്തം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഐഫോണിന്റെ ഒക്കെ ഇപ്പൊ എയർ വന്നില്ല, അതിന്റെ ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. അവിടെ ഒരു 3 ക്യാമറ വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഒരു 6.331 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്, ഒരു 1.5K റെസൊല്യൂഷന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 5 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. LPDDR5X റാം, UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, അങ്ങനെയാണ് 3 സെൻസർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് 50 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 1500 mAh ബാറ്ററി ആയിരിക്കും എന്ന് പറയുന്നു. ഓൾറെഡി ചൈനയിൽ ഇത് പ്രൈസിങ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൈസിങ് തന്നെയാണ് അവിടെയും വന്നേക്കുന്നത്. 399 ഒക്കെ ആയിട്ടാണ് വരുന്നത്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ ഫോണാണ്. വിവോയുടെ V60 കഴിഞ്ഞ് അടുത്ത ഫോൺ വരുന്നത് V70. ഇതും ഫെബ്രുവരി മാസത്തിലാണ് വരാൻ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് വരും എന്തായാലും. V60 അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു ക്യാമറയിൽ. ഈ വട്ടവും V70 അത് മോശമാവത്തില്ല. നമുക്ക് സ്പെക്സ് നോക്കാം. 6.59 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷൻ, ഒരു 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO പാനലാണ് വരുന്നത്. 7S Gen 4 പ്രോസസർ വരുന്നുണ്ട്. LPDDR5X റാം, ഇവിടെ ഒരു ഹൈലൈറ്റ് UFS 4.1 സ്റ്റോറേജ് വരുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായി. ഒരു 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ആയിരിക്കും, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ, അങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഒരു 50 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 6500 mAh ബാറ്ററി, ഒരു 90 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. ഇത് ഫെബ്രുവരി ആ ഒരു റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അതിന്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. 33 തൊട്ട് 35,000 രൂപ റേഞ്ചാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. പോക്കോയുടെ ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പോക്കോയുടെ F8 എന്ന് പറഞ്ഞ ഫോൺ, F8 അൾട്ര എന്നിങ്ങനെ പറയുന്ന ആ ഫോൺ F8 സീരീസിനെ എടുത്ത് ഇന്ത്യയിലോട്ട് വരുന്നെന്ന് പറയുന്നു. ഇന്ത്യയിൽ വരുമ്പോൾ അത് X8 സീരീസ് ആയിരിക്കും. പോക്കോയുടെ X8 സീരീസിൽ വരാൻ പോവാണ്. പക്ഷെ അത് തന്നെ വരുമെന്നാണ് കൺഫർമേഷൻ പറഞ്ഞത്. പ്രോയുടെ BIS സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1000 mAh ബാറ്ററിയുമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം പോക്കോയുടെ X7 സീരീസ് ജനുവരിയിലാണ് ലോഞ്ച് ചെയ്തത്. എന്തായാലും 6.68 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 1.5K റെസൊല്യൂഷന്റെ ഒരു 120 ഹെർട്സിന്റെ OLED പാനലാണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു MediaTekന്റെ 8500 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ഒരു 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, ഒരു 50 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ, 8000 mAh വരുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ BIS സർട്ടിഫിക്കേഷനകത്ത് 7500 to 8000 എന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഇന്ത്യയിൽ 8000 കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 3 ദിവസം പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. X8 പ്രോയുടെ സ്പെക്സ് ഇപ്പോൾ നിലവിൽ പറയാറില്ല. എനിക്ക് തോന്നുന്നു പോക്കോ F8 അൾട്ര തന്നെ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും കൺഫർമേഷൻ ഇല്ല, പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട് പല കാര്യങ്ങളും. എന്തായാലും ഇത് X8 പ്രോ ഫെബ്രുവരിക്കുള്ളിൽ ഇറങ്ങും. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30,000 to 40,000 ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. 35,000 to 40,000 ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്. അതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ പ്രൈസ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഒപ്പോയുടെ ഫോൺസ് ആണ് വരാൻ പോകുന്നത്. ഒപ്പോയുടെ Reno 14 അറിയാലോ, അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അതിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെക്സും കാര്യങ്ങളൊക്കെ വന്നൊരു ഫോണാണ്. ഓഫ്ലൈനിലായാലും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസിൽ ഒന്നാണ് ഒപ്പോ Reno 14 ആയാലും 14 Pro ആയാലും. അതിൻ്റെ അടുത്ത വേർഷൻ ആയിട്ടുള്ള 15 15 Proയും വരുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒരു കോമ്പാക്ട് ഫോണാണ്. 15 ആയാലും 15 Proയും വരാൻ പോവാ. ഒപ്പോ Reno 15 വരാൻ പോകുന്ന 6.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. മറ്റേത് 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് പ്രോയിൽ വരാൻ പോകുന്നത്. 120 ഹെർട്സിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് രണ്ടിലും വരാൻ പോകുന്നത്.
പിന്നെ MediaTekന്റെ 8450 എന്ന് പറഞ്ഞ പ്രോസറാണ് വരാൻ പോകുന്നത്. പിന്നെ 200 മെഗാ പിക്സലിന്റെ സെൻസർ. ഇപ്പോൾ 200 മെഗാ പിക്സലിന്റെ കളിയാണ് വരാൻ പോകുന്നത് ഇങ്ങോട്ടെല്ലാം മിഡ് റേഞ്ച് ഫോൺസിലും. സാംസങ്ങിന്റെ സെൻസറാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ആയിരിക്കും. പിന്നെ ഒരു 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിളും ഉണ്ട്. ക്യാമറ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറാസ് ആണ് വരുന്നത്. ഫ്രണ്ട് 50 മെഗാ പിക്സൽ ആണ് വരുന്നത്. 6500 mAh ബാറ്ററി ആണ് വരുന്നത്. ഇതിൽ UFS 3.1 സ്റ്റോറേജ് തന്നെ കാണും. ചൈനയിൽ ഒപ്പോടെ 15C എന്ന് പറഞ്ഞൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഇന്ത്യയിലോട്ട് അതും കാണുമെന്ന് പറയുന്നു. മിക്കവാറും 15 മിനി എന്ന് പറഞ്ഞൊരു ഫോണായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ പേര്, അല്ലെങ്കിൽ 15C എന്ന് തന്നെ അവർ ഇറക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വരുമ്പോൾ നോക്കാം. 6.3 ഇഞ്ചിൻ്റെ 20 ഹെർട്സിൻ്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ, മീഡിയ 200 മെഗാ പിക്സൽ ക്യാമറ. ഇതിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് വെച്ചാൽ പ്രൈസ് വരാൻ പോകുന്ന ഒരു 40 പീസിൻ്റെ അകത്താണ് വരാൻ പോകുന്നത്. 15 പ്രോയുടെ പ്രൈസ് വരാൻ പോകുന്നത് ഒരു 55 മണ്ടക്കോട്ടാണ് വരാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇതിൽ ഏതാണ് കാത്തിരിക്കുന്നത് എന്നുള്ള പറ. അത് ഇപ്പോൾ ഇറങ്ങിയ ഫോണുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലോട്ട് കാണാം.